നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 10. അന്നത്തേതിന് ശേഷം ആദ്യം അല്ലയോ അവൾ തിരിച്ചോ വിളിച്ചില്ലായിരുന്നു. പക്ഷേ വീടുകളിൽ നടക്കുന്ന കല്യാണ ചർച്ചകൾ ആദ്യം അല്ലിയും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം നിശ്ചയത്തിന് ഡേറ്റ് തീരുമാനിച്ചു. 1 മാസം കഴിഞ്ഞ് വിവാഹവും. അല്ലി സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് അമ്മ കാര്യം അവളോട് പറഞ്ഞത്. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് വിളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവൻ്റെ തിരക്കുകൾ ഓർത്തപ്പോൾ അവളത് വേണ്ടാന്ന് വെച്ചു. പരസ്പരം വിളിയൊന്നുമില്ലെങ്കിലും അല്ലി ആദ്യയുടെ വിവരങ്ങൾ ലച്ചുവിൽ നിന്ന് അറിയുന്നുണ്ടായിരുന്നു. ലച്ചുവിനെ അവൾ മിക്കപ്പോഴും വിളിക്കുമായിരുന്നു. അവിടെയും നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുവെന്ന് ലച്ചു പറഞ്ഞാണ് അല്ലി അറിഞ്ഞത്. ആദ്യയ്ക്ക് പക്ഷേ ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നുവെന്ന്. അവൻ എതിർത്തിട്ടും മാലതി ആൻറ്റിയുടെ നിർബന്ധം മൂലമാണ് ഒരുക്കങ്ങൾ നടത്തുന്നതെന്നും ലച്ചു അവളോട് പറഞ്ഞു. എടത്തി പിന്നില്ലേ കണ്ണേട്ടന് വല്യമ്മയുമായി വഴക്കിട്ടു, ലച്ചു സ്വകാര്യമായിട്ട് അല്ലിയോട് പറഞ്ഞു. ലച്ചുവിൻ്റെ കണ്ണേട്ടൻ ദേഷ്യപ്പെടുമോ? അല്ലി ചോദിച്ചു. എപ്പോഴുമല്ല, ചിലപ്പോഴൊക്കെ. പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ പറഞ്ഞു കണ്ണേട്ടൻ്റെ ഓഫീസിൽ നല്ല ദേഷ്യമാണെന്ന്, കള്ളന്മാരൊക്കെ നല്ല ഇടി കൊടുക്കുമെന്ന് ലച്ചു അവളോട് പറഞ്ഞു. അല്ലിക്ക് അവളുടെ സംസാരം കേട്ട് ചിരി വന്നു. +2 ആണെങ്കിലും ആൾ ചെറിയ കുട്ടികളെ പോലെയാണ് സംസാരമൊക്കെ. കുറേ വർഷം കൂടി ഉണ്ടായതുകൊണ്ട് നല്ല പുന്നാരാണെന്ന് അവൾ തന്നെ പറയും. ഏട്ടൻ നമ്മളോട് ദേഷ്യപ്പെടുമോ? അല്ലി ചോദിച്ചു. ഏയ്, എന്നോട് ദേഷ്യപ്പെടില്ല. അപ്പോൾ ഇടതിയോട് ദേഷ്യം കാണിക്കില്ല. പക്ഷേ വല്യമ്മയോടും വല്യച്ഛനോടും ദേഷ്യപ്പെടും. പിന്നെ അമ്മയോടും അങ്ങനെ മിണ്ടാറില്ല. അച്ഛനോട് മാത്രം സ്നേഹത്തോടെ സംസാരിക്കും. ലച്ചു പറയുന്നതൊക്കെ അല്ലി കേട്ടു. ആദ്യയെക്കുറിച്ച് ഇനിയും എന്തൊക്കെയോ അറിയാനുണ്ടെന്ന് അവൾക്ക് തോന്നി. അന്ന് രാത്രി ആദ്യം അവളെ ഫോൺ ചെയ്തു. അവൻ്റെ കോളാണെന്ന് കണ്ടതും അല്ലിക്ക് ഒരുപാട് സന്തോഷമായി. അവൾ വേഗം കോൾ എടുത്തു. കൃതി. സർ പറഞ്ഞോളൂ. നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലത്ത് വരുമോ? എവിടെയാണെന്നൊക്കെ പോകുമ്പോൾ പറയാം. ഞാൻ അങ്കിളിനെ വിളിച്ച് അനുവാദം വാങ്ങിയിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ഞാൻ അങ്ങോട്ട് വരാം. കൃതി റെഡിയായി നിൽക്കില്ലേ? അത് ചോദിച്ചു. കൃതി ആയുധേ? അലിക്ക് ചിരി വന്നു. നിർത്താതെ റേഡിയോ പോലെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനില്ലേന്ന്. അത് പിന്നെ റേഡിയോ പോലെ അവിടെ നിന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം തന്നില്ലല്ലോ, അവൾ ചോദിച്ചു. സോറി കൃതി, തനിക്ക് ദേഷ്യമായോ? ഞാനിങ്ങനെ സംസാരിക്കാറൊന്നുമില്ലടോ, തന്നെ വിളിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. അവൾക്ക് ശരിക്കും ചിരി വന്നു. ശരിക്കും IPS തന്നെയല്ലേ ഇത്? അല്ല, ന്യൂസിലൊക്കെ പറയുന്ന ആദിദേവ് വലിയ ദേഷ്യക്കാരനായ എല്ലാവരെയും വിറപ്പിച്ചു നിർത്തുന്ന ഒരാളാണ്, അവൾ ചിരിയോട് ചോദിച്ചു. അതൊക്കെ മീഡിയ ഉണ്ടാക്കി പറയുന്നതല്ലേ. ഇനി ദേഷ്യം ഉണ്ടായാലും കൃതിയുടെ അടുത്ത് അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. കൃതി എൻ്റെ ഫ്രണ്ടല്ലേ. അവൻ പറഞ്ഞത് കേട്ട് അല്ലിയുടെ ഹൃദയത്തിലേക്കൊരു തണുപ്പ് പടർന്നു. അതെ, കൃതി ഒരുപാട് സംസാരിക്കല്ലേ. സാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ കൃതിക്ക് ബോറടിക്കുമോ? അവൻ ചോദിച്ചു. ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ സാറുണ്ടാവില്ലേ? എനിക്ക് സംസാരിക്കാൻ കുറേയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. കൃതി പറയുന്നത് കേൾക്കാൻ ഞാനുണ്ടാവും. അത് മതി എനിക്ക്, അല്ലി പറഞ്ഞു. അതിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ ആ പറഞ്ഞത് കേട്ട്. അപ്പോൾ നാളെ രാവിലെ കാണാൻ കൃതി. ആദ്യം ഫോൺ വെച്ചു. ഫോൺ സൈഡിലെ ടേബിളിൽ വെച്ച് ആദ്യം ബെഡിലേക്ക് കിടന്നു. കൃതി. അവൻ്റെ അധരങ്ങൾ ആ പേരുച്ചരിച്ചു. ആ പേര് അവൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവന് മനസ്സിലായതേയില്ല. രാവിലെ തന്നെ കൃതി റെഡിയായി താഴേക്ക് വന്നു. അമ്മ, ഈ ഡ്രസ്സ് മതിയോ? അവൾ ചോദിച്ചു. നന്ദിനി തിരിഞ്ഞു നോക്കി. അല്ലിയെ കണ്ടതും നന്ദിക്ക് സന്തോഷമായി. ഇന്ന് അമ്മയുടെ അല്ലി സുന്ദരിയായിട്ടുണ്ടല്ലോ, നന്ദിനി പറഞ്ഞു. അതാണ് ഞാനും ആലോചിക്കുന്നത് ചേച്ചി. നമ്മളൊക്കെ പുറകെ നടന്ന് ഒരുങ്ങാൻ പറഞ്ഞാലും ഒരു പൊട്ടുപോലും തൊടാൻ സമ്മതിക്കാത്ത ആളുകൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ വന്നത് അത്ഭുതം തന്നെയാണല്ലേ ചേച്ചി. ഒരു പുതിയ ആളെ കിട്ടിയപ്പോൾ എന്തൊക്കെയാ മാറ്റങ്ങൾ. നമ്മളൊക്കെ പുറത്താവോ? നീന അവളെ കളിയാക്കി. ചെറിയമ്മ ഒന്ന് കണ്ണെഴുതി പൊട്ടുവിട്ടു. അല്ലാതെ എന്താ ചെയ്തത് ഇങ്ങനെ കളിയാക്കാൻ? അല്ലി ചോദിച്ചു. അത് മതിയല്ലോ, അതുപോലും ചെയ്യാൻ എന്തായിരുന്നു മടി? വെറുതെ അല്ല ആലി ചൊറിയമ്മെന്ന് പറയുന്നത്. അല്ലി പറഞ്ഞതും നീന അവളെ തല നീർക്കിലി കൊണ്ട് പുറകെ ഓടി. അല്ലി അവിടെ നിന്ന് ഓടിയത് പുറത്തേക്കായിരുന്നു. അകത്തേക്ക് കയറി വന്ന ആദ്യയുടെ ദേഹത്തേക്ക് വലിച്ചെന്ന് ഇടിച്ചു. വീഴാൻ പോയെങ്കിലും ആദ്യം അവളെ ചേർത്ത് പിടിച്ച് ഭിത്തിയോട് ചേർന്ന് നിന്നുപോയി.
ഒരു നിമിഷം അവൻ ദേഹത്തേക്ക് ചേർന്ന് പോയെങ്കിലും അലി വേഗം പിടഞ്ഞു മാറി. സോറി, ഞാൻ കണ്ടില്ല, അവൾ കിതപ്പോടെ പറഞ്ഞു. ആദ്യം വന്നോ? പുറകെ വന്ന നീന ഈർക്കിലി പുറകിലേക്ക് മറച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഇപ്പം എത്തിയേ ഉള്ളൂ. ആയി ഓക്കെ കൃതി? അവൻ കൃതിയോട് ചോദിച്ചു. ഐ എം ഓക്കെ സാർ, ഞാൻ അച്ഛനെ വിളിക്കാം, അല്ലി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. നീന അവരെ അന്തം വിട്ടു നോക്കി. കൃതിയോ? ആദ്യം ഞാൻ ചായ എടുക്കാം, നീ അകത്തേക്ക് നടന്നു. ആദ്യം സോഫയിൽ ഇരുന്ന് ചുറ്റും നോക്കി. ഭിത്തിയിലുണ്ടായിരുന്ന ഫോട്ടോകളിലേക്ക് അവൻ നോക്കിയിരുന്നു. എല്ലാവരുടെ മുഖത്തും നിറഞ്ഞു നിന്നത് സ്നേഹമായിരുന്നു. തൻ്റെ വീട്ടിലില്ലാത്തതും അതാണ്, അവൻ ഓർത്തു. അല്ലിയും അനിയന്മാരും കൂടെയുള്ള ഫോട്ടോ കണ്ടതും അവൻ സൂക്ഷിച്ചു നോക്കി. സാധാരണ എല്ലാവരും അളിയന്മാരുടെ തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ തൻ്റെ അളിയന്മാരെ താൻ എടുത്തു നടക്കേണ്ടി വരുമെന്ന് ഓർത്തതും അവൻ ചിരിച്ചുപോയി. അലിയ! അപ്പോഴേക്കും രണ്ടുപേർ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു. അവൻ്റെ ദേഹത്തേക്ക് ചാടിക്കയറി. എൻ്റെ അളിയനാ, നീ ഇറങ്ങിയേ, കണ്ണൻ പറഞ്ഞു. എൻ്റെ അളിയനാ, നീ ഇറങ്ങിക്കോ, അപ്പുവും പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആദ്യമായി കാണുന്ന ആദി വിഷമിച്ചു പോയി. എറണാകുളം സിറ്റി നിയന്ത്രിക്കാൻ പോലും ഇത്ര ബുദ്ധിമുട്ടില്ല. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവൻ വിയർത്തുപോയി. കണ്ണ, അപ്പു, അളിയൻ ദേഹത്തു നിന്ന് മാറി. ചായയുമായി വന്ന നീന അവരെ പിണങ്ങി. ഇതൊക്കെ ചെറിയമ്മേ, ആദ്യം നീനയെ നോക്കി പറഞ്ഞു. അമ്മക്ക് കുറുമ്പ് കുറച്ച് കൂടുതലാണ്, ആദ്യം ചായ കുടിക്കുക. അമ്മ പോയിക്കോ, അളിയൻ്റെ കൂടെ ഇരുന്നോളാം ഞങ്ങൾ, കണ്ണൻ പറഞ്ഞു. അല്ലിക്കടുത്ത് കെറ്റിൽ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് വേണോ അടി? നീന ചോദിച്ചു. കണ്ണനും അപ്പവും വേഗം നല്ല കുട്ടികളായി ആദ്യയുടെ മടിയിൽ നിന്ന് ഇറങ്ങി സോഫയിലിരുന്നു. അമ്മ അടിക്കോ അല്ലിയ? ഇപ്പോൾ അല്ലിയെ തല്ലാൻ പോയേ ഉള്ളൂ, അമ്മ കുറുമ്പിയാ, കണ്ണൻ പറഞ്ഞു. ആദ്യ ചിരിയോടെ തല ഉയർത്തിയതും അല്ലിയെ കണ്ട് അവൻ പുഞ്ചിരിച്ചു. അല്ലി, അളിയനുള്ളതുകൊണ്ട് അമ്മ ഞങ്ങളെ തല്ലിയില്ല. അല്ലി വാ, അളിയൻ്റെ മടിയിലിരുന്നോ, അമ്മ തല്ലൂല, അപ്പു വിളിച്ചു പറഞ്ഞു. അല്ലി ആകെ ചമ്മിപ്പോയി. അത് പിന്നെ അമ്മമാർ വെറുതെ പറയാണ്, അല്ലി ആദ്യം നോക്കി പറഞ്ഞു. ഞാൻ വന്നപ്പോൾ ചെറുമിയുടെ കയ്യിലെ വടി ഞാൻ കണ്ടിരുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു, ആദ്യം കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇതേ സമയം കിച്ചണിൽ ചെന്ന നീനയ്ക്ക് ചിരി അടക്കാനായില്ല. എന്താ നീനെ? നന്ദിനി ചോദിച്ചു. ചേച്ചി, നമ്മുടെ അല്ലിക്ക് പുതിയ പേരൊക്കെ ഉണ്ട് കേട്ടോ, നീന പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആദ്യം അവളെ വിളിക്കുന്നത് കൃതി എന്നാണ്, നീന സ്വകാര്യമായിട്ട് പറഞ്ഞു. ആണോ? അവർ തമ്മിൽ ഒരടുപ്പമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ ചേച്ചി, അതെന്തായാലും നന്നായി. അന്ന് ആദ്യം വരാതിരുന്നപ്പോൾ ഞാൻ ഓർത്തു അവന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. ഇപ്പോൾ സന്തോഷമായി. അപ്പോഴേക്കും മണിയും ദേവനും ഒക്കെ ആദ്യമായി സംസാരിച്ചു. കുറച്ചു നേരം എല്ലാവരുടെയും കൂടെ ചിലവഴിച്ചിട്ടാണ് ആദ്യം അല്ലിയും ഇറങ്ങിയത്. കുറച്ച് ദൂരം കഴിഞ്ഞതും ആദ്യം അല്ലിയെ നോക്കി. അവൾ പുറത്തെ കാഴ്ചകൾ നോക്കി ഇരിക്കുകയാണ്. എവിടെയാണ് പോകുന്നത് എന്ന് കൃതിന്ത ചോദിക്കാത്ത ആദ്യം ചോദിച്ചു. സാറ് പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞോളാം എന്ന്. അതാ. നമ്മൾ പോകുന്നത് എൻ്റെ അച്ഛമ്മയെ കാണാൻ വേണ്ടിയാണോ? ആദ്യം പറഞ്ഞത് കേട്ട് അല്ലി ഞെട്ടി അവനെ നോക്കി. സുഭദ്ര ടീച്ചറെയാണോ? അച്ഛമ്മയെ അറിയോ കൃതിക്ക്? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. ആർക്കാ അറിയാത്തത്? ഞാൻ സ്കൂളിൽ കയറിയ സമയം തൊട്ട് ഈ പേര് എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ഇത്തവണ ആനിവേഴ്സറിക്ക് സ്പീച്ചിൽ സാറും പറഞ്ഞല്ലോ. കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നേരിട്ട് കാണാം, ആദ്യം പറഞ്ഞു. കുറച്ചുകൂടി പോയതും അലിക്ക് വിശന്നു ഉണങ്ങി. തുടരെ തുടരെ അവൾ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങിയത് കണ്ട് ആദ്യം അവളെ ഒന്ന് നോക്കി. കൃതിക്ക് വിശക്കുന്നുണ്ടോ? അവൻ ചോദിച്ചു. അല്ലി പതുക്കെ തലയാട്ടി. അത് പിന്നെ യാത്ര പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ രാവിലെ ഒന്നും കഴിച്ചില്ല, അല്ലി പറഞ്ഞു. എന്നിട്ടെന്താ നേരത്തെ പറയാതിരുന്നത്? നല്ലൊരു ഹോട്ടലിൽ നിർത്താം നമുക്ക്. കുറച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ളതും കൂടെ ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു, അതാ, അവൾ പറഞ്ഞു. അതുവരെ വിശന്നിരുന്നേനെന്ന് അല്ലേ? എന്നോട് പറയാൻ പേടിയുണ്ടോ കൃതിക്ക്? ഏയ് അങ്ങനെയൊന്നുമില്ല, കുറച്ച് നേരം കൂടിയല്ലേ ഉള്ളൂ എന്നോർത്താ. രാവിലെ ഫുഡ് കഴിക്കാതിരിക്കരുത് കൃതി. ഒരു ദിവസത്തെ ഫുൾ എനർജി കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്, കൃതിക്ക് അറിയില്ലേ? ആദ്യം ഗൗരവത്തോടെ ചോദിച്ചു. അറിയാഞ്ഞിട്ടല്ല, എനിക്ക് പണ്ട് മുതലേ അങ്ങനെയാണ്. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഉറക്കവും വിശപ്പൊന്നും ഉണ്ടാവില്ല, അതല്ലേ, അല്ലി ദയനീയമായി പറഞ്ഞു. അത് നല്ല ശീലമല്ല കൃതി.
പൊതുവേ യോഗ അറിയുന്നത് ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുമല്ലോ? അവൻ ചോദിച്ചു. ഞാനും ഹെൽത്ത് ശ്രദ്ധിക്കാറുണ്ട്, വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ. അലിക്ക് സങ്കടം വന്നുപോയി. ചെറിയൊരു കാര്യത്തിന് ഇത്ര പറയണോ? പെട്ടെന്ന് ആദ്യം കാറ് നിർത്തിയതും കൃതി ഞെട്ടി പുറത്തേക്ക് നോക്കി. നല്ലൊരു ഹോട്ടലായിരുന്നു. ആദ്യം അപ്പോഴേക്കും കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പിണങ്ങി വിശപ്പ് കളഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് മേടിച്ചൊന്നും ഞാൻ കഴിക്കില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. കൃതി ഇറങ്ങുന്നില്ലേ? ആദ്യം അവളുടെ ഡോറിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു. എനിക്ക് വിശപ്പില്ല, അവൾ പറഞ്ഞു. പക്ഷെ മനസ്സിലാണെന്ന് മാത്രം. കൃതി ആദ്യം പിന്നെയും വിളിച്ചു. വരുന്നു. തലയാട്ടിക്കൊണ്ട് അവൾ കാറിൽ നിന്ന് ഇറങ്ങി. ആദിയുടെ പുറകെ ചെന്ന് അവൻ കാണിച്ച സീറ്റിലേക്ക് അവൾ ഇരുന്നു. കൃതി എന്താ കഴിക്കാൻ വേണ്ടത്? സാർ എന്താ കഴിക്കുന്നത് അത് തന്നെ മതി, അല്ലി പറഞ്ഞു. ഞാൻ മീൽസാണ് കഴിക്കുക, കൃതി ഇഷ്ടമുള്ളത് കഴിക്കും. എന്നാൽ എനിക്ക് ചപ്പാത്തിയും ചില്ലിഗോപി മതി, അല്ലി പറഞ്ഞു. ആദ്യം ചിരിയോടെ അത് ഓർഡർ ചെയ്തു. ഇപ്പോൾ ഊണ് കഴിച്ചാൽ വണ്ടിൽ നിന്ന് ഞാൻ ഉറങ്ങിപ്പോവും, അപ്പോൾ സാറിന് ബോറടിക്കില്ലേ? അതാ, അല്ലെങ്കിൽ ഞാനും ഊണ് കഴിച്ചേനെ, അല്ലി പറഞ്ഞു. ആദ്യം ചിരിയോടെ അവളെ നോക്കി. ഉറങ്ങിപ്പോയാ എന്താ, നമ്മുടെ കാറല്ലേ, കൃതിക്ക് ഉറങ്ങണമെങ്കിൽ ബാഗിൽ കിടക്കാം, ആദ്യം പറഞ്ഞു. ആദ്യമായിട്ടാവും അവൻ നമ്മുടെ ഇതിന് വാക്ക് പറയുന്നത്. അല്ലി അവനെ ഉറ്റു നോക്കിപ്പോയി. ഫുഡ് വന്നതും രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി. സാറിന് ഈ കറി തരട്ടെ? കൃതി ചോദിച്ചു. നോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണത്, ആദ്യം പറഞ്ഞു. എനിക്ക് പക്ഷെ നല്ല ഇഷ്ടമാണ്, 3 നേരം തന്നാലും ഞാൻ കഴിക്കും, അല്ലി ചിരിയോടെ പറഞ്ഞു. ആദ്യം പായസം അല്ലിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. അല്ലി അത്ഭുതത്തോടെ അവനെ നോക്കി. എന്തേ, ഇഷ്ടമല്ലേ? അവൾ ചോദിച്ചു. ഇഷ്ടമാണ്, അതല്ലേ കൃതിക്ക് തന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തത് കൃതിക്ക് തരുന്നത് എങ്ങനെയാ? അവളൊരു സ്പൂൺ പായസം കഴിച്ചു നോക്കി. നന്നായിട്ടുണ്ട്, ഇനി ചാറ് കഴിച്ചോ. ഇഷ്ടങ്ങൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി വേണ്ടെന്ന് വയ്ക്കരുത്, അല്ലി പറഞ്ഞുകൊണ്ട് പായസം അവൻ നീട്ടി. എല്ലാവർക്കും വേണ്ടിയല്ലല്ലോ, കൃതിക്ക് വേണ്ടി മാത്രമല്ലേ, ആദ്യം പറഞ്ഞു. അല്ലിയുടെ ഹൃദയം നിറഞ്ഞുപോയി. അവൾ അവനെ കൊതിയോടെ നോക്കിയിരുന്നു. കാറൊരു ഗേറ്റിനകത്തേക്ക് കയറിയതും സ്നേഹാലയം എന്ന പേര് കണ്ട് അല്ലി സംശയത്തോടെ ആദ്യെ നോക്കി. വാ, അകത്തേക്ക് പോവാം. അല്ലി ആദ്യയുടെ കൂടെ അകത്തേക്ക് നടന്നു. എല്ലാവരും അവനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും അവൻ ചിരിയോടെ എല്ലാത്തിനും മറുപടി പറയുന്നതും അല്ലി അത്ഭുതത്തോടെ കണ്ടു. ഒരു റൂമിന് മുന്നിൽ എത്തിയതും അവൻ അല്ലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ റൂമിനകത്തേക്ക് കയറി. അച്ഛമ്മയെ, ആദ്യം വിളിച്ചു. ചാരുകസേരയിൽ പുസ്തകം വായിച്ചു കിടന്നിരുന്ന സുഭദ്രമ്മ എഴുന്നേറ്റു. ആദ്യയെ കണ്ടതും നിറഞ്ഞ ചിരിയോടെ അവർ വന്നെങ്കിലും അവൻ്റെ കൂടെയുള്ള അല്ലിയെ കണ്ട് അവരുടെ മുഖം മാറി. ഇതാരാ കണ്ണ? അച്ഛമ്മ ചോദിച്ചു. അച്ഛമ്മേ, ഇതാണ് കൃതി, ആദ്യ പറഞ്ഞു. ഓ, അലങ്കൃത അല്ലേ? നിന്റെ അച്ഛനും അമ്മയും നിനക്കായി കണ്ടുപിടിച്ച പെൺകുട്ടി. കൊള്ളാം കണ്ണ, നീ അപ്പോൾ ഇവളെ മതിയെന്ന് തീരുമാനിച്ചോ? അപ്പോൾ എൻ്റെ ആര്യമോളോ? ഓർമ്മ വെച്ച കാലം മുതൽ നിന്നെ കാത്തിരിക്കുന്നതിൻ്റെ മോളോട് നീ എന്തു പറയും? അത് കേട്ടതും അല്ലിയുടെ മുഖം മങ്ങിപ്പോയി. അല്ലിയുടെ കൈകൾ അവൻ്റെ കയ്യിൽ നിന്ന് വേർപെട്ടു. ആദ്യം പകച്ച് അച്ഛമ്മയെ നോക്കി, പിന്നെ അല്ലിയെയും. കൃതി, നിങ്ങൾ സംസാരിക്കുക, ഞാൻ പുറത്തുണ്ടാവും, അല്ലി വേഗം പുറത്തേക്ക് ഇറങ്ങി. ആദ്യം പകച്ചുകൊണ്ട് അച്ഛമ്മയെ നോക്കി. അത്ര നേരം ദേഷ്യത്തിൽ നിന്നിരുന്ന അച്ഛമ്മയുടെ മുഖത്ത് പുഞ്ചിരി വരുന്നത് പെട്ടെന്നാണ്. അച്ഛമ്മേ, എന്തിനായിരുന്നു? അയാൾ ടെൻഷനായി. ആദ്യം ചോദിച്ചു. നിന്റെ പെണ്ണങ്ങനെ പാവമാവാൻ പാടില്ലല്ലോ, നമ്മുടെ വീട്ടിൽ പിടിച്ചു നിൽക്കണ്ടേ? അച്ഛൻ വിചാരിക്കുന്നത് പോലെ പാവം പൂച്ചകുഞ്ഞൊന്നും നല്ല കൃതി. ആവരുത് കണ്ണാ, അങ്ങനെ പാവം കുട്ടിയല്ല നിനക്ക് വേണ്ടത്. എനിക്കതല്ല മനസ്സിലാകാതെ, കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നടന്ന എൻ്റെ കൊച്ചുമോൻ എന്താ ഈ പെൺകുട്ടിയിൽ കണ്ടത്? അച്ഛമ്മ ചോദിച്ചു. ഫാമിലി, അതാണ് ആദ്യം കണ്ടത്. പക്ഷെ ഇപ്പോൾ ആദ്യം അല്ലിപ്പോയ വഴിയെ നോക്കി. ഇഷ്ടമാണോ അവളെ? അച്ഛമ്മ ചോദിച്ചു. പക്ഷെ പ്രണയമൊന്നുമല്ല അച്ഛമ്മേ, അതിന് ഇനി ഒരുപാട് അറിയാനുണ്ട് ഞങ്ങൾ. പക്ഷേ ഷീ ഈസ് സ്പെഷ്യൽ. ഞാൻ ഹാപ്പിയാണ് കൃതിയുടെ കൂടെ.